ഇന്ന് എടുക്കുന്നവർ നാളെ എടുക്കും, പിന്നെ എടുക്കും. അത് ഈ ചീട്ട് കളിച്ച് പൈസ വെച്ച് കളയുന്നവരെയാണ് ഈ ലോട്ടറി വിളിക്കുന്നത്, നമുക്ക് നന്നായിട്ടറിയാം. പക്ഷെ ഞാനിത് എടുക്കുമ്പോൾ ഈശോയോട് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിപ്പോണേന്ന്. അങ്ങനെ ആ ധ്യാന സെൻറ്ററിൽ അവിടെ ചെന്ന് ധ്യാനം കൂടി. ആദ്യത്തെ ദിവസം ഒരു കുഴപ്പമില്ല. മൂന്നാമത്തെ ദിവസം മുതലേ അച്ഛൻ പറയാൻ തുടങ്ങി, ഇങ്ങനെ ഒരാളെ ഈശോ തൊട്ട് സുഖപ്പെടുത്തുന്നുണ്ട് അവരെ എന്നാണ്. പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ട് ധ്യാനത്തിന് പോകുന്നതുകൊണ്ട് എനിക്ക് ഇതിനെ പറ്റിയൊരു അറിവില്ല. അങ്ങനെ മൂന്നാം ദിവസമായപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു, അമ്മേ ചിലപ്പോൾ അമ്മേനെ ആയിരിക്കും. ആ കുർബാന അങ്ങ് സ്വീകരിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ വായിലെല്ലാം ഒരു രക്തച്ചൊവ പോലെയായിരുന്നു, ഒരു ചൊവ്വ. ആ സമയത്ത് എൻ്റെ ദേഹം എല്ലാം അങ്ങോട്ട് ചുട്ടു പൊള്ളുന്ന മാതിരി ഒരു അനുഭവം ഉണ്ടായി. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുണ്ടല്ലോ, ഒരു നിമിഷമെങ്കിലും നമ്മൾ ആ കുർബാന സ്വീകരിക്കുന്ന സമയത്ത് ഈശോ എങ്ങനെയാണ് നടന്നുപോയി ആ വഴി ചിന്തിക്കുന്നുണ്ടോ ആരെങ്കിലും? പരിശുദ്ധ അമ്മയുടെ കണ്ണുനീര് കാണുന്നുണ്ടെന്ന് ആ ഒരൊറ്റ ചിന്തയാണ് എനിക്ക് കുർബാന സ്വീകരിക്കുമ്പോൾ, കുർബാന എഴുന്നള്ളുമ്പം ഇപ്പോഴും എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നത്. എൻ്റെ പഴയ പേര് പത്മിനിയും. ഇപ്പം ഞാൻ ആൻസിയായി. ഞാൻ താമസിക്കുന്നത് തവിഞ്ഞാൽ സ്ഥലത്തെ ഇടവകയും തവിഞ്ഞാലേ. ഞാൻ ലോട്ടറി വിൽക്കുകയാണ്. ഈശോയുടെ വലിയൊരു ഇടപെടൽ കൊണ്ടാണ് വലിയ രോഗത്തിൽ നിന്നേ ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനെ ഞാൻ വിശ്വാസത്തിലേക്ക് വന്ന ഒരാളാണ്. എനിക്കൊരു മൂത്രത്തിൽ പഴുപ്പ് പോലെ വന്നിട്ട് അത് ആ രോഗം പിന്നെ വന്ന അണ്ഡാശയത്തിന് ക്യാൻസർ പോലെ വന്നെന്നാണ് പറഞ്ഞത് സ്കാൻ ചെയ്തപ്പോൾ ഒക്കെ. അപ്പോൾ ആ രോഗത്തിന് ചികിത്സിക്കാൻ വേണ്ടി മെഡിക്കൽ കോളേജിൽ പോയി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ ചെയ്യണം. ഓപ്പറേഷൻ ചെയ്യാൻ അവർക്ക് അന്നേരം നമ്മുടെ കയ്യിൽ പൈസ കെട്ടി വയ്ക്കാനല്ല 50,000 രൂപ വേണം. സാധനങ്ങളെല്ലാം പൈസ കൊടുത്ത് മേടിക്കണം, പൈസ കൊടുക്കണം, അവിടെ കെട്ടിവെച്ചാലേ ഓപ്പറേഷൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. ഭക്ഷണത്തിന് പോലും അന്നൊരു പൈസ ഇല്ലാത്ത സമയമാണ്. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യാതെ നമ്മളിറങ്ങി അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് പോന്നു. ഈ ആസ്പത്രിയിൽ നിന്ന് വന്ന് ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ ഇവിടെ ഡിവൈനിൽ ധ്യാനത്തിന് പോയി. അങ്ങനെ ആ ധ്യാന സെൻറ്ററിൽ അവിടെ ചെന്ന് ധ്യാനം കൂടി. ആദ്യത്തെ ദിവസം ഒരു കുഴപ്പമില്ല. മൂന്നാമത്തെ ദിവസം മുതലേ അച്ഛൻ പറയാൻ തുടങ്ങി, ഇങ്ങനെ ഒരാളെ ഈശോ തൊട്ട് സുഖപ്പെടുത്തുന്നുണ്ട് അവരെ എന്നാണ്. പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ട് ധ്യാനത്തിന് പോകുന്നതുകൊണ്ട് എനിക്ക് ഇതിനെ പറ്റിയൊരു അറിവില്ല. അവരിവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. പക്ഷേ കുറേ പേര് എഴുന്നേറ്റ് പോകുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, നിങ്ങളുടെ മുഖം അല്ല കാണുന്നേ. അങ്ങനെ മൂന്നാം ദിവസമായപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു, അമ്മേ ചിലപ്പോൾ അമ്മേനെ ആയിരിക്കും. അമ്മ എന്നിപ്പോൾ ഇനി അഥവാ ഒന്നും ഇല്ലെങ്കിലും അമ്മ ഇങ്ങ് തിരിച്ചു പോരും, കുഴപ്പമില്ല. നമുക്കിപ്പോൾ അമ്മയ്ക്ക് ഇവിടെ വന്നതിനെ കഴിഞ്ഞും അസുഖം കുറഞ്ഞല്ലോ. അപ്പോൾ അവസാനം ഞാൻ സാക്ഷ്യം പറഞ്ഞു, എൻ്റെ അസുഖവും എൻ്റെ കാര്യങ്ങളും എല്ലാം എനിക്ക് ഉണ്ടായ വിടുതലും അവിടുന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പിന്നെ സന്തോഷമായിട്ട് പോരുമ്പോൾ ഞാൻ ഈശോയോട് ഒരു കാര്യം പറഞ്ഞു, എനിക്കൊരാളുടെ പണിയെടുക്കാൻ ആരോഗ്യം ഉണ്ടായാൽ ഞാൻ ഡിവൈനിൽ വന്ന് ഞങ്ങൾ 2 മാസം ശുശ്രൂഷ ചെയ്യും എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോന്നു. തുണിക്കടയിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, എനിക്ക് ഈശോയെ സ്വീകരിക്കണം. അന്നേരം എന്നോട് ഒരാൾ പറഞ്ഞു, അതിന് ദൈവം ഇടപെടണം എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര തീവ്രമായ ആഗ്രഹമായിരുന്നു ഈശോയെ സ്വീകരിക്കണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഈശോയെ ഇന്ന് മുതൽ ഞാനൊരു നല്ല ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞു. കാരണം എന്ന് നിന്നെ സ്വീകരിക്കാൻ പറ്റുന്നു അന്ന് ഞാനൊരു മത്സ്യമാംസ്യങ്ങളോ അല്ലെങ്കിൽ വേറെ ഒന്നും ഞാൻ കഴിക്കില്ല. ഈ 1 വർഷക്കാലം ഞാൻ ഇറച്ചിയോ മീനോ നമ്മുടെ വായ്ക്ക് രുചി കൊള്ളുന്ന ഒരു കറി പോലും ഞാൻ കൂട്ടില്ല. അത് ആരോടും പറഞ്ഞുമില്ല. ഞാനത് എൻ്റെ മനസ്സിൽ ഉൾക്കൊണ്ട് പ്രാർത്ഥിച്ചൊരുങ്ങി നടക്കുമായിരുന്നു. ആരോഗ്യമൊക്കെ വന്നു. ഞാൻ വിചാരിച്ചു ഇനി ജോലി ചെയ്ത് പൈസ മേടിക്കുന്നേക്കാളും എനിക്ക് ഈശോയോട് നമ്മൾ പറഞ്ഞ വാക്ക് പാലിക്കണമല്ലോ. അവിടെ പോയി പിന്നെ സാക്ഷ്യം പറഞ്ഞ് 2 മാസം ശുശ്രൂഷ ചെയ്യണമെന്ന് വിചാരിച്ചു. ഞാനും എൻ്റെ മോനും അവിടെ ഡിവൈനിൽ ചെന്ന് ആ 2 മാസം ഞാൻ ശുശ്രൂഷ ചെയ്ത് 2014 ഞങ്ങൾ മാമോദീസ സ്വീകരിക്കും അവിടുന്ന്. അന്ന് സ്വീകരിച്ച കുർബാന പോലെ തന്നെയാണ് ഞാൻ ഇന്നും സ്വീകരിക്കുന്നത്. ആ കുർബാന അങ്ങ് സ്വീകരിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ വായിലെല്ലാം ഒരു രക്തച്ചൊവ പോലെയായിരുന്നു, ഒരു ചൊവ്വ. ഇനി ഒരു പെട്ടെന്ന് നമുക്കൊരു ഫീലിംഗ് വരൂലേ, ഒരു സാധാരണ ഒരു അപ്പം കഴിക്കുന്ന മാതിരിയല്ല എനിക്ക് തോന്നിയത്. അത് എന്തോ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ആ സമയം. ആ സമയത്ത് എൻ്റെ
ദേഹം എല്ലാം അങ്ങോട്ട് ചുട്ടു പൊള്ളുന്നമാതിരി ഒരു അനുഭവം ഉണ്ടായി ആദ്യത്തെ കുർബാന സ്വീകരിച്ചപ്പോൾ. കുറേ സമയത്തേക്ക് എനിക്ക് സംസാരിക്കാൻ പറ്റാത്തൊരു ഇതുണ്ടായിരുന്നു. അത് സന്തോഷമാണോ സങ്കടമാണോ അന്നും പറയാൻ പറ്റുന്നില്ല, ഇന്നും പറയാൻ പറ്റുന്നില്ല. അവിടുന്ന് ഇറങ്ങി വന്നപ്പോൾ എന്നോടൊരു സിസ്റ്റർ ചോദിച്ചു, ആദ്യ കുർബാന സ്വീകരിച്ച് കഴിഞ്ഞപ്പോൾ നിനക്ക് എന്താ തോന്നിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, എൻ്റെ കൂടെ ആരും ഒരാളുണ്ടെന്നുള്ള ഒരു വിശ്വാസം വന്നു അമ്മയെന്ന് പറഞ്ഞു. ആ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നീ ഏറ്റവും വിശുദ്ധമായിട്ടാണ് നീ ഇപ്പോൾ പോണേ ഇവിടെ നിന്ന് പറഞ്ഞു. നീ ഇന്നു മുതൽ നീ സകല പാവങ്ങളും നിന്നോട് ദൈവം ക്ഷമിച്ചു എന്നുള്ള അടയാളമാണ് നിനക്ക് കാണിച്ചു തന്നു, നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ആ 2 മാസം അവിടെ നിന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു. അവർക്ക് ശുശ്രൂഷയും ചെയ്തു. അവിടെ വൈകുന്നേരം ആകുമ്പോൾ നമ്മളവിടെ ആരാധനയുണ്ട്. ഞാനൊരു ദിവസം ആരാധനയ്ക്ക് പോകുമ്പം ഈ ഓസ്തി വെച്ചേക്കണം മുഴുവൻ എനിക്ക് ഓസ്തിയായിട്ട് കാണുന്നില്ല. ഈ വെള്ളം ഓളം വെട്ടി വരുന്ന മാതിരിയാണ് കാണുന്നത് ഈ ഓസ്തിക്ക്, അത് വലിയ രൂപത്തിൽ. അപ്പോൾ ഞാനിങ്ങനെ അടുത്തിരിക്കുന്ന ചേച്ചിയോട് ചോദിച്ചു, അതന്നെ ചേച്ചി ഇന്ന് ഓസ്തി വെക്കാത്തത്, ഇതിൽ ഓസ്തി കാണുന്നില്ലല്ലോ, ഭയങ്കര വെള്ളമാണല്ലോ, ഓസ്തി തന്നെ ഇരിക്കണം നിനക്ക് തോന്നണമെന്ന് പറഞ്ഞു. തോട്ടിലൊക്കെ നമ്മൾ മഴ പെയ്യുമ്പോൾ പതഞ്ഞൊഴുകുമല്ലോ, ഒഴുകുന്ന മാതിരി അങ്ങ് ഒഴുകുമ്പം ഒരു പ്രാവ് ഈ ഒഴുകി വന്ന വെള്ളത്തിൽ ഈ പതയിൽ ഇങ്ങനെ കുത്തിയിട്ട് പറന്നു പോകുന്നെന്ന് ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞു, അയ്യോ അതെന്നെ അങ്ങനെ. അടുത്തിരിക്കുന്നതോട് ചോദിക്കുന്നുണ്ട് ഇതെന്നാ ഇങ്ങനെ സംഭവിക്കണമെന്ന്. അവർ പറഞ്ഞു ഞങ്ങളൊന്നും കാണുന്നില്ല എന്ന്. വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ മതം മാറിയതും ഈശോയെ സ്വീകരിക്കണം. നമ്മളെല്ലാവരും ആഘോഷപരമായി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുണ്ടല്ലോ. ഒരു നിമിഷമെങ്കിലും നമ്മൾ ആ കുർബാന സ്വീകരിക്കുന്ന സമയത്ത് ഈശോ എങ്ങനെയാണ് നടന്നുപോയി ആ വഴി ചിന്തിക്കുന്നുണ്ടോ ആരെങ്കിലും? പരിശുദ്ധ അമ്മയുടെ കണ്ണുനീര് കാണുന്നുണ്ടോന്ന് ആ ഒരൊറ്റ ചിന്തയാണ് എനിക്ക് കുർബാന സ്വീകരിക്കുമ്പോൾ, കുർബാന എഴുന്നള്ളുമ്പം ഇപ്പോഴും എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നത്. എൻ്റെ സങ്കടങ്ങൾ ഓർത്തിട്ടല്ല, എൻ്റെ ഒരു വിഷമങ്ങളും ഞാൻ അവിടെ പറയാറുമില്ല. ഈശോയെയാണ് ഞാനെന്ന് വിചാരിക്കുന്നത്. ഈശോയെ, ഈ അപ്പത്തിൽ ഈശോ ഉണ്ടല്ലോ. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്ന വീട്ടിൽ. പക്ഷേ ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്ന് എനിക്ക് ഒട്ടും ഒരു വിചാരമില്ല. ഈശോൻ്റെ കൂടെയുണ്ടെന്ന് ഞാൻ വിശ്വസിച്ച് കിടക്കണം. രാത്രിയിൽ നേരം വെളുക്കോ ഇല്ലയോ എന്ന് അറിയില്ലല്ലോ. ഇന്ന് കിടക്കാൻ നേരത്ത് പറയും, ഈശോയെ എൻ്റെ ജീവിതം ഇന്ന് തീരുമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാലും ഈശോയുടെ തിരുഹൃദയത്തിൽ എന്നെയും ചേർക്കണേ എന്ന് പറഞ്ഞു അത്രയും പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. ഞാൻ ഈ ലോട്ടറി കൊടുക്കാൻ പോകുമ്പോൾ ഇറങ്ങുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്, ജീവിക്കാനൊരു മാർഗ്ഗമില്ല, എന്നിട്ടാണ് കർത്താവേ ഈ പണിക്ക് പോണത്. ഇത് എടുക്കുന്നവരുടെ കുടുംബങ്ങളിൽ സമാധാനവും ശാന്തിയും കൊടുക്കണേ. ഇന്ന് എടുക്കുന്നവർ നാളെ എടുക്കും, പിന്നെ എടുക്കും. അത് ഈ ചീട്ട് കളിച്ച് പൈസ വെച്ച് കളയുന്നവരെയാണ് ഈ ലോട്ടറി വിളിക്കുന്നത്, നമുക്ക് നന്നായിട്ടറിയാം. പക്ഷെ ഞാനിത് എടുക്കുമ്പോൾ ഈശോയോട് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിപ്പോണേന്ന്. ഈ ലോട്ടറി എടുത്തുകൊണ്ട് പോയാൽ അവരൊരിക്കലും നശിക്കാനിടവരുത്, അവരുടെ സാമ്പത്തിക മേഖല ഉയർത്തണേ, ദൈവമേ അവരെ കഷ്ടകാലങ്ങളിൽ നിന്ന് രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ പിള്ളേർ ചോദിക്കും അടിക്കുമോ? ഞാൻ പറഞ്ഞു, ഇത് നമുക്ക് പറയാൻ പറ്റൂലല്ലോ, അടിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റൂലല്ലോ, അടിക്കൂലെന്നും പറയാൻ പറ്റൂല. നിങ്ങളെ ദൈവം അനുഗ്രഹിച്ചാൽ നിങ്ങൾക്കിത് കിട്ടും. എനിക്കങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിലേ നമുക്കെല്ലാം നടക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ ലോട്ടറി കൊണ്ട് മാത്രമല്ലല്ലോ നമ്മൾ രക്ഷപ്പെടുന്നത്. എന്നോട് ആരും ഇന്ന് വരെ മുഖം കറുത്ത് ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ടിക്കറ്റ് വിൽക്കാൻ ചെല്ലുന്നവരൊന്നും ഞാൻ ദൂരെ മാറി നിൽക്കുകയാണെങ്കിൽ പോലും അവർ വന്ന് എൻ്റെ കയ്യിൽ നിന്ന് ടിക്കറ്റ് മേടിച്ചോണ്ട് പോകുന്നുണ്ട്. ചിലപ്പോഴൊക്കെ എനിക്ക് ലോട്ടറി കിട്ടാറുമുണ്ട്. ഞാനിങ്ങനെ ലോട്ടറിയും കൊണ്ട് പോകുമ്പോൾ ഓരോ മനുഷ്യരുടെ അടുത്ത് ലോട്ടറി എന്ന് വേണോ ചോദിക്കുമ്പോൾ അവർ പറയണം എനിക്ക് ഭാഗ്യമില്ല, ഇതെന്താ ഭാഗ്യം? അപ്പോൾ ഞാൻ അവരോട് പറയും, ലോട്ടറി കൊണ്ടല്ല നമുക്ക് ഭാഗ്യം. നീ ഒരിക്കലും ഭാഗ്യമില്ല എന്ന് ആരോടും പറയരുത്. അങ്ങനെ പറയാൻ പറ്റുമോ? നീ നിൽക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും ഭാഗ്യം കൊണ്ടാണ് നീ നിൽക്കുന്നത്. അല്ലെങ്കിൽ നിനക്ക് ഭാഗ്യമില്ലെങ്കിൽ നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമോ? അതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് ഞാൻ അവരോട് പറയാറുണ്ട്. മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്നും തകർച്ചയും പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷെ അത് അതിജീവിച്ച മുമ്പോട്ട് പോകുന്നത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. ലോട്ടറി എടുക്കുന്നത് ഒരു ചൂതാട്ടം പോലെയാണെന്ന് അമ്മച്ചി തന്നെ നമ്മളോട് പറഞ്ഞു. പക്ഷെ എങ്കിലും അമ്മച്ചി നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഏറ്റവും വലിയ ഭാഗ്യവതിയാണ്, ഞാൻ ക്രിസ്തുവിനെ അറിഞ്ഞു എന്നുള്ള കാര്യം. ക്രിസ്തുവിനെ അറിഞ്ഞ അമ്മച്ചിക്ക് എല്ലാ ഭാഗ്യവും ഉണ്ടാകട്ടെ എന്ന് ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുന്നു. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.